കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കെട്ടേറ്റി ചെറിയമ്മയുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പാട്ടുകാരും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും ഉണ്ടായിരുന്നു 5-6 കെട്ടുനിറകൾ. അത് നിറച്ചതും അച്ഛൻ തന്നെയായിരുന്നു. പാട്ട് ആ സമയത്ത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പാട്ട് തുടങ്ങി. നന്ദുമോൻ മുത്തച്ഛൻ്റെ ഹെൽപ്പറായിട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ആൾ പരികർമ്മിയായിട്ട് അച്ഛൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കെട്ടുനിറകൾക്കും ശേഷം ഹരിവരാസനം ചൊല്ലുന്നുണ്ടായിരുന്നു. ശേഷം ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. ഈ ഉടുക്കോട്ടുപാട്ട് കേൾക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. നമുക്കത് തന്നെ ആസ്വദിക്കാനുള്ളൊരവസരം എപ്പോഴും കിട്ടാറില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഞാൻ പോയി പാട്ട് കേട്ടു കേട്ടോ. അത്ര 11 മണിയായപ്പോഴത്തേനും പാട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും കട്ടൻ ചായയൊക്കെ കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു കേട്ടോ കുറേ നേരം. 2 മണിക്കാണ് കേട്ടോ വണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും തന്നെ ആ നേരത്ത് പോയി കുളിച്ച് വീണ്ടും കെട്ടേറ്റി കേട്ടോ. ഈ വർഷത്തെ തിരക്ക് കണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണ കാരണം ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ലാതെ അവർക്ക് നന്നായി സ്വാമിനെ കണ്ട് തൊഴാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. തിങ്കളാഴ്ച രാവിലെ ഒരു 2 മണിയോട് കൂടിയാണ് കേട്ടോ അവർ പുറപ്പെട്ടിരിക്കുന്നത്. കുറച്ച് അമ്പലങ്ങളിലൊക്കെ കയറിയതിന് ശേഷം ഒരു ഉച്ച തിരിഞ്ഞ് പമ്പയിലെത്തുന്നതാണ് കേട്ടോ നമ്മളൊരു കണക്ക് കൂട്ടൽ. ചൊവ്വാഴ്ച രാവിലെ അഭിഷേകം കഴിഞ്ഞ് ഇറങ്ങും കേട്ടോ അവർ. മക്കളെ യാത്രയച്ച് ഞാനിന്ന് ചെറിയമ്മമാരുടെ കൂടെയാണ് കേട്ടോ. നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരുന്നുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.